സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഇത് കണ്ടോ, നല്ല പതഞ്ഞ് നല്ല ചായ ഇരിക്കണം കേട്ടോ. അതായത് ഇത് ഞാൻ പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും ഈ ചിലരൊക്കെ പറയും പാൽപ്പൊടി വെച്ചിട്ടുള്ളതിനൊരു ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ചായ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചായക്കുള്ളതാണ് കേട്ടോ. അതിന് ഞാനൊരു സോസ് പാൻ വെച്ചതിന് ശേഷം നമുക്ക് ഏത് കപ്പാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കപ്പിൻ്റെ അകത്ത് സോസ് പാൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കെറ്റിലും നമുക്ക് ചെയ്യാം, കെറ്റിൽ വെള്ളം വെച്ചിട്ടും ചെയ്യാം. ഞാനിത് എല്ലാവർക്കും കെറ്റിലുണ്ടാവില്ല, അതുകൊണ്ടാണ് സോസ് പാൻ വെച്ചേക്കണത്. അതിൻ്റെ അകത്തേക്ക് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. വേറൊരു കപ്പിൻ്റെ അകത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ചായപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഷുഗറും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഷുഗറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ച് കിട്ടുകയെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കെറ്റിലാങ്ങി വേഗമാവും, ഇതിൻ്റെ അകത്താങ്ങി ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ നമ്മുടെ വെള്ളം പതുക്കെ തിളച്ച് വരണുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചേക്കണ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്തേക്ക് ഇതിനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ട് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യണം, ഈ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഇതിപ്പോൾ ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്തുള്ളൂ ഈ വെള്ളം ഞാൻ എടുത്തേക്കണത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മളൊരു ലിഡ് വെച്ചിട്ട് ഇതിനെ 1 മിനിറ്റ് തുടങ്ങി 2 മിനിറ്റ് വരെ നല്ലപോലെ മൂടി വയ്ക്കുക കേട്ടോ. ആ മൂടി അതിൻ്റെ അകത്തിരുന്ന് ആ ചായയുടെ കറിയൊക്കെ ഇളകണ വരേക്ക് അതിനാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഏതാ മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മിൽക്ക് പൗഡർ എടുക്കുക. ഇത് ഞാൻ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. അതായത് 5 ml ചായപ്പൊടി നേരത്തെ ഇട്ടത് 2.5 ml ആണ്, അത് 1/2 ടീസ്പൂൺ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കുത്തിക്കോരിയൊന്നല്ല കേട്ടോ, കറക്റ്റ് 5 ml എടുത്തതിന് ശേഷം ഈ കപ്പിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ 1.5 മിനിറ്റ് 2 മിനിറ്റ് ആയപ്പോഴാണ് കേട്ടോ ഈ പാൽപ്പൊടി ഇട്ട് കൊടുക്കണേ. ഇനി ഒരു സ്പൂൺ വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനൊന്ന് വലിച്ച് കൂട്ടാം. അതായത് നമ്മുടെ കേരള സ്റ്റൈൽ അനുസരിച്ചിട്ട് 1/2 മിനിറ്റ് 1 മിനിറ്റ് ചായക്ക് എടുക്കില്ല. അപ്പോൾ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ എങ്ങനത്തെയെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കംപ്ലീറ്റ് ചായ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ എടുത്ത് വെച്ച കപ്പിൻ്റെ അകത്തേക്ക് അതിന് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഈ സ്റ്റീലിൻ്റെ കപ്പിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ പതുക്കെ നല്ല പതപ്പിച്ചിട്ട് വേണം ഈ ചായ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ചായപ്പൊടിയുടെ സെഡിമെൻറ്റ് മുഴുവൻ നമ്മുടെ സ്റ്റീലിൻ്റെ കപ്പിൻ്റെ അകത്തേക്ക് ഇരിക്കും. ഇത് നമ്മൾ അരിപ്പ വെച്ച് അരിക്കാനോ അങ്ങനത്തെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അല്ലാണ്ട് തന്നെ വളരെ സുന്ദരമായ ചായ കിട്ടും. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, പച്ചവെള്ളത്തിൻ്റെ അംശം ഈ കപ്പിൻ്റെ ഒരു ഭാഗത്തേക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ചൂടായ കപ്പ് കഴുകണമെങ്കിൽ കമത്തി വെച്ചിട്ട് കഴുകിക്കോ. ഉൾവശം ഒരിക്കലും തണുത്ത വെള്ളം കൊണ്ട് കഴുകരുത്. അങ്ങനെ കഴുകണമെങ്കിൽ തന്നെ ചൂടുവെള്ളം കൊണ്ട് തന്നെ വേണം കഴുകാൻ. അപ്പോൾ പാലില്ലെങ്കിലും പാൽപ്പൊടി വെച്ച് നല്ല ഒന്നാന്തരം, ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലാത്ത നല്ല ഒന്നാന്തരം ചായ ഉണ്ടാക്കാൻ ഞാൻ ഗ്യാരണ്ടിയാണ്. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കാണണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.